വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വി കോളർ നെക്കൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 290ൻ്റെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ബാക്ക് എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് സിംഗിൾ ഫോൾഡിൽ തുണി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് നമുക്ക് വേണ്ടുന്നത് 50 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 51.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കോളർ നെക്ക് വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഷോൾഡർ നോർമൽ എടുക്കുന്നതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 7.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആം ഹോള് നമ്മളെപ്പോൾ എടുക്കുന്നത് പോലെ തന്നെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബോക്സാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈനിലേക്ക് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു 3 പോയിൻറ്റ്സും ജോയിൻ ചെയ്തിട്ട് കർവ് വരച്ചു കൊടുക്കാം. കോളറൊക്കെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഷോൾഡർ ഡോപ്പ് എന്തായാലും കൊടുത്തിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ഇഞ്ച് കൊടുക്കുന്നത് നല്ല ഫിറ്റോടെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ. ഇനി നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 1/2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 13 ഇഞ്ചും ഒരു 19 ഇഞ്ചും നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു വണ്ണം കൊടുക്കാം. താഴെ 19 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരെ താഴേക്ക് ചരിച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കാം. ഈ ഒരു മാക്സി തുണീൻ്റെ ഫുൾ വിഡ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെറ്റീരിയൽ കുറവായതുകൊണ്ട് നമുക്ക് യോക്ക് പോർഷൻ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തുണിയിൽ കട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു പേജ് എടുത്തിട്ട് നടുവേ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു പേപ്പർ പാറ്റേൺ കാണിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മനസ്സിലാവുന്നില്ല എന്ന്. എൻ്റെ അടുത്ത് പ്ലെയിൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ന്യൂസ് പേപ്പറിൽ വരച്ച് കാണിക്കുന്നത്. ഇത് ഞാനിപ്പം കുറച്ച് കട്ടിയുള്ള പെന്നിനെ കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. യോക്ക് ലെങ്ത്ത് 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ലൈനിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ബാക്കിൽ കൊടുത്ത അതേ ഷോൾഡറും ആം ഹോളും തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പേപ്പറിന് വിട്ട് കുറവായതുകൊണ്ട് ചെസ്റ്റ് റൗണ്ട് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തയ്യൽ തുമ്പ് 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ 1.5 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മളത് 1 ഇഞ്ച് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 10 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്ക് 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ചിലേക്ക് നമുക്കിതുപോലെ വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ആ പോർഷനിൽ നിന്ന് തന്നെയാണ് പ്ലീറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 1/4 ഇഞ്ച് ഷോൾഡർ ഡ്രോപ്പും കൂടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് നടുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടും. അവിടെയാണ് നമുക്ക് കോളർ വെക്കാനുള്ളത്. അതുപോലെ തന്നെ ഇത് നല്ല ഡീപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു പീസ് തുണി അവിടെ വെച്ച് കൊടുക്കാനുണ്ട്. അതിനുള്ളതാണ് ഞാൻ ഈ ഒരു പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെക്ക് ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിനാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് തയ്ച്ച് വരുമ്പം ഇതുപോലെയാണ് കിട്ടുക നമുക്ക്. അതിൻ്റെ അവിടെ കോളറൊക്കെ വരും. അപ്പോൾ ഇത്ര ജോയിൻ്റ് ആയിരിക്കില്ല. അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ നോക്കാം കേട്ടോ. ഇനി ഈ ഒരു അളവ് തന്നെ നമുക്ക് തുണിയിൽ നിന്ന് മാക്സിമം ഒതുക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നില്ലേ, ആ ഒരു പീസിൽ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള തുണി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ യോക്ക് ലെങ്ത്ത് 9 ഇഞ്ചാണ് വരിക. ആ ഒരു ഫുൾ ലെങ്ത്തിൽ നിന്ന് 9 ഇഞ്ച് കുറച്ചതിന് ശേഷം ബാക്കി കിട്ടുന്നതാണ് ഈ ഒരു പ്ലീറ്റിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ഒരു പീസ് തുണിയാണ് എനിക്ക് ബാക്കിയുള്ളത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു ഭാഗം നമുക്ക് ജോയിൻ്റ് ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അതായത് ഫോൾഡ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ ഭാഗത്തേക്ക് ഇതുപോലെ ഈ ഒരു
നമ്മൾ പാറ്റേൺ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആം ഹോൾ വരുന്നത് ഞാൻ നിൽക്കുന്ന ആ ഒരു സൈഡിലേക്കാണ് വരുന്നത്. വി ഷേപ്പാണ് ഓപ്പൺ സൈഡ്, തുണിയുടെ ഓപ്പൺ സൈഡായിട്ട് വരുന്നത്. ഇനി നമുക്കിത് ഈ ഒരു പാറ്റേണിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് ഞാൻ എക്സ്ട്രാ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയുക ചെയ്യാറ്. അപ്പോൾ ഇത്ര വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലുള്ള 2 പീസ് നമ്മൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബാലൻസ് വന്ന പീസിൽ നിന്ന് നമുക്ക് ആ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കാം. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു സ്ലീവ് ലെങ്ത്തിൽ നിന്ന് നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കാനും കൂടിയുള്ള ആ ഒരു സ്ലീവ് ലെങ്ത്ത് നിന്ന് മുകളിലേക്ക് ഒരു 2-2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിട്ടും ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു നമ്മളെ സ്ലീവിൻ്റെ ഷേപ്പായിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് മുകളിലേക്ക് നമുക്ക് ഈ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ വരും. അത് പ്ലീറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരുന്നേ. താഴെ ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഷോൾഡറിൽ മാത്രം ചെറിയൊരു പ്ലീറ്റ്സ് വരുന്ന രീതിക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിന് തയ്യൽ തുമ്പ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള ആ ഒരു പീസാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തുണിക്ക് ഇത്ര ക്ഷാമം വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 290ൻ്റെ മെറ്റീരിയലിൽ നമുക്ക് ഒരു 45-46 വരെ ലെങ്ത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 50 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഷോൾഡേഴ്സ് ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഭാഗം തിരിഞ്ഞു പോവാണ്ട് സൂക്ഷിക്കണം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് കോളർ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. മെഷർ ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ച് താഴേക്ക് ഞാൻ പിടിക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു തുണിയെ താഴേക്ക് വെക്കാനുള്ളത് കൊണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ പിടിച്ചതിന് ശേഷമാണ് ഇതുപോലെ വളച്ച് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു നെക്ക് റൗണ്ട് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ വരുമ്പോഴും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് കോളറിന് വെക്കാനാണ്. അപ്പം 3 ഇഞ്ചാണ് വേണ്ടുന്നത്. എനിക്കിപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 3/4 ഇഞ്ചിൻ്റെ കോളറായിരിക്കും കിട്ടുക. എന്നിട്ട് ഇതുപോലെ നടുവെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറക്കി 2 ഇഞ്ച് താഴേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാതെ ചെയ്യുക. അപ്പോൾ ഇതാ കോളറിൻ്റെ ആ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ജോയിൻ്റ് വരുന്ന അവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം, നമ്മുടെ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക്. അപ്പം നമുക്ക് കോളർ ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു തയ്യൽ തുമ്പ് ഓവർലോക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാനുള്ള ആ ഒരു പീസ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ, ഈ ഒരു പീസിന് കണക്കായിട്ടുള്ള തുണിയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ 2 ആയിട്ട് മടക്കിയിട്ടാണ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോസ് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നമുക്ക് ഫോൾഡിങ് വരുന്നത് കൊണ്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡിലേക്കും തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് മറിച്ചെടുക്കാൻ പോകുന്നത്.
ദേ ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തതിൻ്റെ അരികിലൂടെയാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ആ ഒരു നെക്കിലേക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കാനും നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമാണ്. അപ്പോൾ കുറച്ചധികം ഒരു 3/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. നമുക്ക് ഈ കോർണേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ പതിച്ചൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നെക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു സെൻറ്റർ പീസിൻ്റെ നെക്ക് വിഡ്ത്ത് വരുന്നത് കൂടിപ്പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കൂടിപ്പോയാൽ നമ്മൾ വെയർ ചെയ്തിട്ടാകുമ്പം ആ ഒരു പീസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. ആ പീസ് വരേണ്ട ഭാഗത്തെ ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ അതിൻ്റെ വിഡ്ത്തും കൂടി ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഓവർലാപ്പായിട്ട് വരുന്ന രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പീസ് തുണി എടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും നമുക്ക് നടുഭാഗത്തേക്ക് വരുന്ന രീതിക്ക് തുണി വെച്ച് കൊടുക്കാം. അപ്പം സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി കിട്ടും. അതാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു വീനെക്ക് വരുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് പ്ലീറ്റ്സ് വരാൻ പോകുന്നത്. അവിടെ ദാ ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുള്ള ഫീഡിങ് സിബ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് 2 വശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് സിബിന് എത്ര ലെങ്ത്താണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാത്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും നമ്മൾ ആ ഒരു നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ മാത്രം പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം പ്ലെയിൻ ആയിട്ട് സാധാ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കണക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സ്ലീവൊക്കെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്നും ഞാൻ അധികം എടുക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറൊന്നുമില്ല, സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കിയും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. യൂഷ്വലായിട്ട് ചെയ്യുന്ന ഒരു ഫ്രോക്ക് നൈറ്റിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.